പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞവരെ, ഒരു കരുണയുടെ മണിക്കൂറുകൾ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ സുവിശേഷം പരിശോധിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ കാണുന്നത് ക്രിസ്തു കാരുണ്യമായിട്ട് മാറുന്നതാണ്, സ്നേഹമായിട്ട് മാറുന്നതാണ് ഓരോ നിമിഷവും. പക്ഷേ ആ ഒരു സ്നേഹത്തിൻ്റെ പൂർത്തീകരണം കടന്നു വരുന്നത് ഈ ഒരു കൃപയുടെ മണിക്കൂറായിട്ട് നമ്മൾ ആചരിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ ഒരു സമയമാണ്. കുരിശിൽ കടന്നുകൊണ്ട് അവസാനത്തുള്ള രക്തം പോലും നമുക്ക് ഓരോരുത്തർക്കും ചൊരിയണമെങ്കിൽ അവൻ എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചു, ചേർത്ത് പിടിച്ചു. ഒരു ജൂലൈ മാസം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു മാസം കൂടിയിട്ടാണ് ജൂലൈ. ഓർക്കുക, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് തുള്ളിയ, അവിടുന്ന് ചിന്തിയ ഓരോ തുള്ളി രക്തത്തിൻ്റെയും മഹനീയത. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാതികൾ ഉയരുമ്പോഴും പരിഭവങ്ങൾ നമ്മൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അവൻ ഒരിക്കലും ഇതൊന്നും എന്നോടും നിന്നോടും ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാതായ ആടിൻ്റെയും നാണയത്തിൻ്റെയും മകൻ്റെയും ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ കാണാതായ ആടിൻ്റെ ഉപമ പറഞ്ഞു വെക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പല സാഹചര്യങ്ങൾ വെച്ച് ഒത്തുനോക്കുമ്പോൾ കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ട് ആ 99-നെയും ആ മലയിൽ വിട്ടിട്ട് ഒന്നിനെ തേടി ആരോ ആട്ടിടയും പോയി? ജീവിതത്തിൽ നമ്മളും തിരിച്ചറിയേണ്ട കാര്യമാണ്, തമ്പുരാൻ ഓരോരുത്തർക്കും ഓരോ വില കൽപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സ്നേഹിച്ച് ചേർത്ത് പിടിക്കുമ്പോഴും കാരുണ്യത്തോടെ നമ്മൾ ഓരോരുത്തരെയും മാറോട് അണയ്ക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളും കാണിക്കുന്നത് ഇതേ ഒരു അവസ്ഥയല്ലേ? ആ ഒരു സംരക്ഷണതയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ആശ്രയത്തിൽ നമ്മൾ ഓരോരുത്തരും കൂട്ടുചേരുമ്പോഴും ഇടയ്ക്കെപ്പോഴോ നമ്മളും കൂട്ടം തെറ്റി പോകുന്നുണ്ട്. എങ്ങോട്ട് പോകണമെന്നും എങ്ങനെയായിരിക്കണമെന്നുള്ള എല്ലാ നിശ്ചയവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ എവിടെയോ നമ്മളും വഴിതെറ്റിപ്പോകുന്നു. വഴിതെറ്റിപ്പോകുന്നതിനപ്പുറത്തോട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തിരുത്തലുകൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവരെന്നെ തേടി വരുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിൻ്റെ പേരാണ് കാരുണ്യം, കരുണ. അവരെന്നെ തേടി വരുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടും പലപ്പോഴും അതിനെ ഗൗനിക്കാതെ നമ്മൾ ജീവിക്കുന്നു. നമ്മളായിരിക്കുന്ന ഓരോ ജീവിതാവസ്ഥയിലും പലപ്പോഴും ഒരു കാരുണ്യം നമ്മൾ തേടി വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രം ആ ഒരു പ്രേക്ഷിതത്വം നമ്മൾ കാണിക്കുന്നില്ല. കരുണയുടെ പ്രേക്ഷിതരായിട്ട് നമ്മൾ വിളിക്കപ്പെടുമ്പോഴും എവിടെയോ നമ്മൾ ആ ഒരു പ്രേക്ഷിതത്വത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. 20 മണിക്കൂറുകൾ നമ്മളായിരിക്കുമ്പോൾ ഈശോ എന്നോട് കാണിച്ച കാരുണ്യത്തിൻ്റെ പൂർണ്ണതയിലെത്തിയ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും തുറക്കാം. ഈശോയെ, നീ ഇന്നും എന്നെ തേടി വരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നീ എന്നെ തേടി വരുന്നു. ഓരോ നിമിഷവും എൻ്റെ സഹോദരങ്ങളിൽ കൂടി നീ എന്നെ തേടി വരുന്നു. പക്ഷേ എൻ്റെ മനോഭാവവും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതെല്ലാം അതിനെതിരാണ്. സ്നേഹമുള്ളവരെ, സുവിശേഷം പരിശോധിക്കുമ്പോഴും കാണുന്നത് തന്നെയാണ്. ക്രിസ്തു എവിടെയൊക്കെ പോയാലും എങ്ങനെയൊക്കെ ആയിരുന്നാലും സ്നേഹം മാത്രമാണ് പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരാൾക്കാരെയും അവരിലേക്ക് അടുപ്പിച്ചതും ഈ ഒരു കാരുണ്യ നിമിത്തമാണ്, സ്നേഹ നിമിത്തമാണ്. നമ്മളും ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് മാറുമ്പോൾ ഇതിനൊരു പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈശോയെ, സ്നേഹത്തോടുകൂടി എൻ്റെ സഹോദരങ്ങളും എനിക്ക് ചേർത്ത് പിടിക്കാൻ ആ ഒരു കൃപ എനിക്ക് ഓരോരുത്തർക്കും തരണമേ. ഒരു കാണാതായ ആടിൻ്റെ മുമ്പിൽ പലപ്പോഴും മാനുഷികമായിട്ടുള്ള ഒരു ഉത്തരങ്ങൾക്കോ അറിവിനോ ഇതിനൊരു ഉത്തരവും നമുക്ക് തരാൻ പറ്റില്ല. പക്ഷെ ആ ചോദ്യങ്ങൾക്കപ്പുറം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവനെന്നും നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു.
ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണത ആ ഒരു നിമിഷത്തിൽ തീർന്നെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയായി ഇന്നും ആ ഒരു സ്നേഹം നമ്മളെ അടുത്തേക്ക് തേടിയെത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നെന്ന് പറയുന്നൊരു ദൃഢത തമ്പുരാൻ ഓരോ നിമിഷവും വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉറപ്പ് തരുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം കണ്ടില്ലെന്ന് ജീവിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. തിരുവരുളിക്കയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ ഉറ്റു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ കണ്ണും ക്രിസ്തുവിൻ്റെ കണ്ണായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ കരങ്ങളും ക്രിസ്തുവിൻ്റെ കരങ്ങളായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ പാദങ്ങളും ക്രിസ്തുവിൻ്റെ പാദങ്ങളായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ അധരങ്ങളും ക്രിസ്തുവിൻ്റെ അധരങ്ങളായിട്ട് മാറുന്നുണ്ടോ? നമ്മളെ പഠിപ്പിച്ചതും അല്ലെങ്കിൽ കേൾക്കുന്നതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്കറിയാം. പക്ഷേ എവിടെയോ ഈ കാരണത്തിന് പുറകെ നമ്മൾ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ട ആ ഒരു ക്രിസ്തീയത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകടമാകുന്നില്ല. ഇന്ന് തിരുമണിക്കൂർ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, കൃതജ്ഞതയുള്ളവരാകാം. ഈശോയെ, സ്നേഹത്താൽ എന്നെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത്, കാരുണ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ കാരുണ്യത്തിലേക്ക് ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുപക്ഷെ ചുറ്റിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ അവനും അവളും അങ്ങനെ ചെയ്തില്ലേ എന്ന് പലപ്പോഴും പരാതിപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷേ ആ ഒരു രീതിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണോ എന്ന ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. നമ്മൾ വ്യത്യസ്തരായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഓരോ ക്രിസ്തുവിൻ്റെ അനുയായിയും മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളായിരിക്കാം, നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം, ഏതോ സ്ഥലമായിക്കോട്ടെ, മേഖലയായിക്കോട്ടെ. ഇപ്പോഴും ഓർക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെയെല്ലാം നമ്മൾ പ്രസരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഏറ്റവും വലിയ വിളിയും അത് തന്നെയാണ്, കാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരായിട്ട് മാറുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാനാണ്. ഒരുപക്ഷെ നമ്മളിന്ന് വായിച്ചു കേട്ട ഒരു സുവിശേഷം പോലെ കാണാതായ ആടിൻ്റെ ഉപമ. എന്തിന് ആ ഒരു 99 വിട്ടിട്ട് ഒന്നിനെ തേടി പോകൂ എന്ന് പറയുമ്പോൾ അതിനൊറ്റ അർത്ഥമുള്ളൂ, സ്നേഹം, അവിടുത്തെ കാരുണ്യം. ഈ ഒരു നിമിഷം നമ്മൾ ഓരോരുത്തരും ലോകം മുഴുവനുമുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട കുറേ പേരുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ചേർത്ത് പിടിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കരുണ ചൊരിയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയെ, ഈ തിരുമണിക്കൂറിൽ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, ഈശോയെ, സ്നേഹം പൂർണ്ണത വന്ന ഈ ഒരു നിമിഷങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ, ഞങ്ങൾ ഇനിയും സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ ആ ഒരു നിമിഷങ്ങളിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരുമ്പോൾ നിൻ്റെ മുമ്പിലേക്ക് ഈ ലോകം മുഴുവനുമുള്ള ഓരോ വ്യക്തികളെയും മക്കളെയും ഒത്തിരി സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, കരുണ ചൊരിയണമേ ഓരോ വ്യക്തികളുടെ മേലും, ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അങ്ങയുടെ കരുണ ചൊരിയണമേ. സ്നേഹമുള്ളവരെ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തെയും നമ്മൾ തേടിയും തമ്പുരാൻ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹം നമ്മൾ ഓരോരുത്തരും ഗവനിക്കാതെ നമ്മൾ എങ്ങോട്ടാണ് പിന്നെയും തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നത്? ആരിലേക്കാണ് നമ്മുടെ യാത്ര ഒതുങ്ങുന്നത്? തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും നയിക്കാനും ബലപ്പെടുത്താനും നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ആശ്രയിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും നമ്മുടെ പുറകെയുണ്ട്, ഒരു ആട്ടിടയനെ പോലെ. പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഒരു യാത്ര ഏതാണ്? നമ്മൾ ആരിലേക്കാണ് യാത്ര ചെയ്തതെന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോ നിമിഷവും ഓർത്തെടുക്കാം. കുടുംബങ്ങളിലായിക്കോട്ടെ, ജോലി സ്ഥലങ്ങളിലായിരിക്കോട്ടെ, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ഈശോയുടെ ചാരയായിരിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പൂർണ്ണമായ ഉത്തരം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. കാരണം അവിടുന്ന് ഒരിക്കലും നമ്മൾ വെറുത്തിട്ടില്ല, മാറ്റി നിർത്തിയിട്ടില്ല, ആ സ്നേഹത്തിൽ ഒരിക്കലും ഒരു താരതമ്യം ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് പലപ്പോഴും നമ്മൾ അത് ഓരോന്നും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സ്നേഹിക്കുന്നതിൽ താരതമ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട്.
സ്നേഹിക്കുന്നതിൽ പൂർണ്ണത വരുത്താതിരുന്നിട്ടുണ്ട്. പലപ്പോഴും ഓരോ ആൾക്കാരെയും ചേർത്ത് പിടിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പക്ഷാപാതം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ തുറന്നുകൊണ്ട് മാപ്പോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഒരു കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുവെന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്ര ആവർത്തി നമ്മുടെ ജീവിതത്തിൽ ഇത് പറഞ്ഞാലും ഒരു ആത്മാവോടുകൂടി നമ്മൾ പറയുന്നില്ലെങ്കിലും പ്രവർത്തിക്കില്ലെങ്കിലും അതിനെന്താണ് പ്രയോജനം? ഇരു കരുണയുടെ മണിക്കൂറിലായിരിക്കുമ്പോൾ, ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ലോകം മുഴുവനുമുള്ള ഓരോ മക്കൾക്കും വേണ്ടി നമ്മൾ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ആൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ, നിന്റെ കരുണ അവരോരോ ജീവിതങ്ങളിലേക്കും ചൊരിയണമേ. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോ നിമിഷവും സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ ശാരീരിക അവൻ വരുന്നത്. ഓരോ നിമിഷവും ദീപികാരുണ്യ ആരാധനയിലെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുകൊള്ളുമ്പോൾ ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന അത്ഭുതമാണ് ഈ ദീപികാരുണ്യം. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പരാതികൾ എൻ്റെ ജീവിതത്തിന് അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. തിരിച്ചറിയേണ്ട കാര്യം, ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഈ വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് അത്ഭുതമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു അത്ഭുതത്തെ നമുക്ക് പലപ്പോഴും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒരു തിരുമണിക്കൂറിൽ ആ ഒരു അനുഗ്രഹത്തിന്, ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഈ അത്ഭുതം കാണാൻ, എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഈ ഒരു അത്ഭുതം ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. പലപ്പോഴും വേദപാരംഗന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്ന കാര്യം, ഇത് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചൊരു കാര്യമാണ്. പക്ഷെ മാലാഖമാർ എപ്പോഴും ആ ഒരു അനുഭവത്തിൽ നടക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് നമ്മളും മാലാഖമാരായിട്ട് രൂപാന്തരപ്പെടുന്നില്ല? ദീപികാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആ ഒരു അഭിഷേകത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സ്നേഹമാകുന്ന നിന്നെ ഒന്ന് അനുഭവിക്കാൻ, സ്നേഹമാകുന്ന നിന്നെ ഒന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ വരുന്നു. പലപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി ആകാതെ പോകുന്നു. താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദീപികാരുണ്യ ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഈശോയെ, ആരാധന, ആരാധന, സ്തുതി, മഹത്വം. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും